അതാണ് ഞാൻ ആദ്യമേ ടീച്ചറോട് ചോദിച്ചു മൈക്കുണ്ടോ എന്ന് ഉറക്കെ സംസാരിക്കാൻ കഴിയും. ഒരു കാശ്മീരിൽ ഒരു ഫാമിലി ടൂർ പോയിട്ട് വന്നിട്ട് 2 ദിവസമായിരുന്നു. ഇപ്പോൾ എറണാകുളത്ത് ഒരു ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ഇന്ന് യാദൃശ്ചികമായ ഒരു അവധി, ഇന്ന് ഷൂട്ടില്ലാതിരിക്കുകയും വർഷങ്ങളായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന എൻ്റെ ഒരു സുഹൃത്തിനെ കാണാനുള്ള ഒരവസരം കിട്ടുകയും, അപ്പോൾ ജയദീപ് എന്ന് പറയുന്നത് ഞാൻ എയർഫോഴ്സിലായിരുന്നപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ട്രെയിനിങ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഒരുപാട് 10-15 വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ കണ്ടുപോകുന്നത്. അപ്പോൾ ജയദീപ് ഇങ്ങനെ വരുന്ന വഴിയിൽ ഇന്ന് ഫുൾ ഡേ ജയദീപിലൂടെയാണ് സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അതിനിടയിൽ എന്നോട് ചോദിച്ചു കുറച്ച് പിള്ളേരുമായിട്ടൊന്ന് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൂടുതലായും ഞാൻ വിചാരിച്ചിട്ടുള്ളതല്ല, അക്കാഡമിക്കലി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ അക്കാഡമിയിലെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് കളം മാറി ഇതൊരു ഗവൺമെൻറ് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്കൂളിലാണ് എന്ന് ഒക്കെ അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളെല്ലാവരും കലോത്സവത്തിൽ പങ്കെടുത്ത് വന്നിരിക്കുന്ന കുട്ടികളാണ് അല്ലേ? എല്ലാവരും അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു കലോത്സവം? കഴിഞ്ഞ വർഷം കുറേ വർഷങ്ങളായിട്ട് ഞാൻ സംസ്ഥാന കലോത്സവത്തിൻ്റെ ഒരു ജഡ്ജാണ്. അടുത്ത വർഷവും ഉണ്ടാവും, സംസ്ഥാനം, നോട്ട് ജില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പിള്ളേരുടെ ഓരോ വളർച്ചയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് കല കൊണ്ട് നമുക്ക് കിട്ടുന്നത്? എന്താണ് കല കൊണ്ട് കിട്ടുന്നത്? കലനല്ല, കല. കല കൊണ്ട് എന്താ കിട്ടുന്നത്? വോയിസ് പറയും. കല കൊണ്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? എന്താണ് ഈ കല എന്നത്? പ്രൊഫഷണലായിട്ട് ആൾക്കാർ എടുക്കുന്നുണ്ട്, ഇതായിട്ട് എടുക്കുന്നുണ്ട്. കല എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ നിൽക്കുന്നത് നമുക്ക് എന്താണ് കിട്ടുന്നത്?